ഇമാമു മാലിക് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആരായെന്ന് മനസ്സിലാക്കണ്ടേ? ഫഇന്നഹു കാന അയ്ളൻ മുതഹല്ലിയൻ ബിഹാദിൽ ഖിസാൽ ഖംസ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു 5 കാര്യങ്ങളെ കൊണ്ട് ആഭരണം അണിഞ്ഞ അതേ രൂപത്തിൽ തന്നെ ആഭരണങ്ങൾ അണിഞ്ഞ ഒരു മഹാനാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ഫഇന്നഹു ഖീല ലഹു, നിശ്ചയമായിട്ടും ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെടുകയുണ്ടായി, മാ തഖൂലു യാ മാലികു ഫി ത്വലബിൽ ഇൽമി, വിജ്ഞാനം തേടുന്നതിൽ മാലിക് എന്നവരെ താങ്കളുടെ അഭിപ്രായം എന്ത്? ഫഖാല, അപ്പോൾ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹസനുൻ ജമീൽ, നല്ല കാര്യമാണ്, അഴകായ ഒരു സംഗതിയാണ്. ഹസനുമാണ് ജമീലുമാണ് ഇൽമിനെ തേടുന്നത് എന്ന് പറഞ്ഞു. വലാകിൻ ഉൻദുർ ഇലല്ലദീ യുൽസിമുക മിൻ ഹീനി തുസ്ബിഹു ഇലാ ഹീനി തുംസി ഫൽസംഹു. പക്ഷെ ഒരു കാര്യമുണ്ട്. ഉൻദുർ, നീ ആലോചിക്കണം, ഇലല്ലദീ, ഒരുത്തനിലേക്ക്. എങ്ങനത്തെ ഒരുത്തൻ? യൽസമുക, ആ ഒരുത്തൻ നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാകും. ഏതു മുതൽ ഏതുവരെ? മിൻ ഹീനി തുസ്ബിഹു, പ്രഭാത സമയം മുതൽ, ഇലാ ഹീനി തുംസി, പ്രദോഷം വരെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്റെ കൂടെ ഉണ്ടാകും. അങ്ങനെയുള്ള വ്യക്തി ആരാകാൻ പറ്റുമോ നോക്കണം. അങ്ങനെ നോക്കിയിട്ട് ഫൽസംഹു, നീ അയാളുമായി എപ്പോഴും കൂടെ കൂടണം. അങ്ങനെ ആയിരിക്കണം. എവിടെങ്കിലും പോയി തപ്പി പിടിച്ച് കുറച്ച് പഠിച്ചാൽ പോരെ, ഒരാളിന്റെ കൂടെ വേണം. എന്നിട്ട് അങ്ങനെ പഠിക്കണം. വകാന റഹിമഹുല്ലാഹു തആല ഫി തഅലീമി ഇൽമി ദീൻ മുബാലിഗൻ. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വിജ്ഞാനത്തെ ആദരിക്കുന്ന അങ്ങേ അറ്റത്തായിരുന്നു. നമ്മളെ മാതിരിയൊന്നും അല്ല, അവിടെ കൊണ്ട് വലിച്ചെറിയ ഒരു ബഹുമാനല്ല, അങ്ങനല്ല. നല്ലോണം ബഹുമാനിച്ചവരായിരുന്നു ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ഇൽമുള്ളവർക്കല്ല ഇൽമിനെ മാത്രമേ നാം. നമുക്ക് ഇൽമു കുറവാണ്, അവിടെ മനസ്സിലാക്കുന്നില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഹദീസ് പറഞ്ഞു കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ മഹാനവറുകൾ ഒന്നുണ്ടാക്കും. എന്നിട്ട് ജലസ അലാ സദ്രി ഫിറാശി, മഹാനവറുകൾ അവിടുത്തെ വിരിപ്പിന്റെ നടുക്ക് വന്നിരിക്കുകയും ചെയ്യും. എന്നിട്ട് വസറഹ ലിഹിയത്തുഹു, അവിടുത്തെ താടിക്ക് നല്ലോണം ചീകി വൃത്തിയാക്കിയിടും. വസ്തഅമല ത്വീബ, സുഗന്ധം പൂശും. വതമക്കന മിനൽ ജുലൂസി അലാ വഖാരും ഹൈബത്തിൻ, ആദരവോടുകൂടിയും പേടിയോടുകൂടിയും ബഹുമാനത്തോടുകൂടിയുമുള്ള ഇരുത്തമാണ് മഹാനവർ ഇരുത്തമായി സൗകര്യമാക്കിയിരിക്കുക. സുമ്മ ഹദ്ദസ, പിന്നീട് ഈ മര്യാദയൊക്കെ വെച്ച് പാലിച്ച ശേഷം മഹാനവറുകൾ നബിന്റെ ഹദീസ് അങ്ങനെ പറഞ്ഞു കൊടുക്കും. ഇതിന് മനസ്സിലാവില്ല ഇൽമിന്റെ മഹത്വം, മുഖമഹത്വം എത്ര ഉണ്ട്. ഇൽമിനെ ബഹുമാനിച്ച രീതി മനസ്സിലായല്ലോ. ഫഖീല ലഹു ബിദാലിക, ഇങ്ങനെയൊക്കെ മൂപ്പർ ചെയ്യുന്നുണ്ട്. നമ്മളാരുമ്പോ കിതാബ് ഓതുമ്പോ ഹദീസ് പറഞ്ഞു കൊടുക്കുമ്പോ ഒന്നും ഉണ്ടാക്കുന്നില്ല, താടി ചെയ്യുന്നില്ല, നല്ല രീതിയിൽ ഇരിക്കുന്നില്ല. ഇതൊക്കെയാണോ? ഈ ഇരുത്തവും മതവും ചിട്ടൊക്കെ കണ്ടപ്പോ മഹാനോട് ചോദിക്കപ്പെടുകയാണ്. മഹാനവരോട് ചോദിച്ചു. ഫഖാല, അപ്പൊ മഹാൻ പറഞ്ഞു, ഉഹിബ്ബു അൻ ഉഅല്ലിമ ഹദീസ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി തങ്ങളുടെ ഹദീസിനെ ഞാൻ ആദരിക്കാൻ ഇഷ്ടപ്പെടുന്നു. നബിനുള്ള മഹബത്തും കൂടിയാണ് ഈ ഹദീസ്, അല്ലെ? നബിനുള്ള മഹബത്ത് ഉണ്ടായത് കൊണ്ടാണ് അവിടുത്തെ തിരുമൊഴി ആദരിക്കപ്പെടുന്നത്. ആ ഒരു ആദരവ് എനിക്കുണ്ട്, അത് ഞാൻ ഇഷ്ടപ്പെടുന്നത് മഹാൻ മറുപടി പറഞ്ഞു. വഖാല മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ഇൽമു നൂറുൻ, ഇൽമു എന്ന് പറഞ്ഞ പ്രഭയാണ്, ഒളിവാണ്. യജ്അലുഹുല്ലാഹു, അല്ലാഹു തആല ആ ഒളിവിനെ ആക്കും. ഹൈസു യശാ, അല്ലാഹു ഉദ്ദേശിച്ചിടത്തതാക്കുള്ളൂ. വലൈസ ബികഥറത്തിൽ റിവായത്ത്, ഒരുപാട് വിജ്ഞാനങ്ങൾ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യലല്ല ഇൽമ്. ശരിയല്ലേ? അതങ്ങനെ വായിച്ച് അതങ്ങനെ പോയി, അതല്ല. അതിന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഒളിവും തെളിവൊക്കെ ഉണ്ട്, അത് കിട്ടണം. അത് അല്ലാഹു ഉദ്ദേശിച്ചിടത്തേ വെക്കുള്ളൂ. വഹാദൽ ഇഹ്തിറാമു വത്തവഖീർ, ഈ ആദരവും ബഹുമാനിക്കലും ഒക്കെ യദുല്ലു, അത് അറിയിക്കുന്നുണ്ടല്ലോ, അലാ ഖുവ്വത്തി മഅരിഫത്തി, മഹാനവറുടെ അറിവ് ശക്തമാണ് എന്നതിന്റെ മേലിൽ. ബി ജലാലില്ലാഹി തആല, അല്ലാഹു തആലയുടെ ജലാല് കൊണ്ട് നല്ലോണം അറിയുന്ന ഒരു മഹാനാണ് എന്ന് ഇത് അറിയിക്കുന്നുണ്ട്. ഇതാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ഈ മഹാന്മാരൊക്കെ പുറംഭാഗത്തുള്ള പണ്ഡിതന്മാർ, ബാഹ്യ പണ്ഡിതന്മാരും പറഞ്ഞ് എങ്ങനെ ആക്ഷേപിക്കാൻ പറ്റില്ല. ഇനി മൂപ്പര് വജ്ഹുള്ളയാണ് ഉദ്ദേശിച്ചത് മനസ്സിലാക്കണ്ടേ. വഅമ്മാ ഇറാദത്തുഹു വജ്ഹല്ലാഹി തആല ബിൽ ഇൽമി,
മഹാന്റെ കയ്യിലുള്ള അറിവ് കൊണ്ട് അള്ളാന്റെ വജ്ഹാണ് ഉദ്ദേശിച്ചത് എന്ത്. അപ്പൊ യദുല്ലു അലൈഹി ആ ഉദ്ദേശത്തിന്റെ മേൽ അറിയിക്കുന്നുണ്ട് ഖൗലുഹു അള്ളാന്റെ മുത്തലവാക്ക്, ആരെ ഇമാം മാലിക് തങ്ങളുടെ വാക്ക്. അൽ ജിദാലു ഫിദ്ദീനി ലൈസ ബിശൈഇ, കുറെ തർക്കിക്കോൽ ഓരോ കാര്യം പറഞ്ഞു ഓരോരുത്തർ ആയത്വാദിശം എടുത്തിട്ട്, അങ്ങനെ ദീനിന്റെ കാര്യത്തിൽ തർക്കം തന്നെ ഒന്നുമല്ല. അപ്പൊ അതിന് മനസ്സിലായല്ലോ, ഇൽമു എന്ന് പറഞ്ഞാൽ അള്ളാന്റെ വജ്ഹിനായിരിക്കണം. അള്ളാന്റെ വജ്ഹിനായിരിക്കുമ്പോൾ തർക്കിക്കാരൊന്നും ആരും വരില്ലല്ലോ. ഇതൊരു വാക്ക്. ഇനി വയദുല്ലു അലൈഹി ഖൗലു ശാഫിഈ റഹ്മഹുല്ലാഹു തആല, മദ്ഹബിന്റെ പണ്ഡിതന്മാരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആദരിച്ചതും പറഞ്ഞും കാണാം. ഇനി മഹാനവറുകൾ ഉദ്ദേശിച്ചത് അള്ളാന്റെ വജ്ഹാണ് എന്നതിന്റെ മേൽ അറിയിക്കുന്ന ഒരു വാക്യമാണ് ഇമാം ശാഫിഈ ഖൗല്. എന്താണത്? ഇന്നി ഷഹിദ്തു മാലിക്കൻ, നിശ്ചയമായിട്ടും മാലിക് ഇമാമിന് ഞാൻ സന്നിഹിതരായി, ഉപരിടത്തിയ സന്നിഹിതരായി. വഖദ് സുഇല അൻ 48 മസ്അല, എത്തരത്തിൽ മൂപ്പരോട് ആ സദസ്സിനെ പങ്കെടുക്കുമ്പോ 48ഓളം മസ്അല ചോദിക്കപ്പെടുകയുണ്ടായി. ഫഖാല ബിസ്നതൈനി വസലാസീന മിൻഹ, ഇവകളിൽ 32 48 ചോദിച്ചു. 48 ചോദിക്കുമ്പോഴും 32 മഹാനവറുകൾ ലാ അദ്രി, എനിക്കറിയൂല എന്നാ പറഞ്ഞത്. അതറിയാത്തത് കൊണ്ട് തന്നെയാണ് ലാദ്രി പറയുന്നത്, വിലവുമാണ്. അതാണ് മാതൃക. അപ്പൊ 48 ചോദിച്ചിട്ട് 32. അപ്പൊ 40 38 നോക്കിയാൽ ബാക്കി എത്ര ഉണ്ടാവും? 38 അല്ല 32. അപ്പൊ 40 32 കഴിച്ച ബാക്കി 8, പിന്നെ 8 ഇട്ടു. അപ്പൊ 8 ഇട്ടും 16. 16 മസ്അലകളിലാണ് 8 ഇട്ടും 16 അല്ലല്ലോ ഇവിടെ കാണുന്നത്, എന്താ പേവാണ്. 48 മസ്അല ചോദിച്ചിട്ട് 32 ലാതിരി പറഞ്ഞു. അപ്പൊ 32 കഴിച്ചാല് ബാക്കി എത്ര ഉണ്ടാവും ഇവിടെ? 32 പിന്നെ ഇങ്ങനെ പുറത്ത് 8. അപ്പൊ 8 ഇട്ടും 16 മസ്അലുണ്ട്. അപ്പൊ 16ഉം ഈ 32 കൂട്ടിയാൽ എത്ര വരും? 48 കിട്ടുമല്ലോ. ഇതാണ് മഹാൻ പറഞ്ഞത്. ഇത് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു. അപ്പൊ ഇത് മനസ്സിലാക്കാൻ എന്താണ്? ഒറ്റടിക്ക് ഉത്തരം കൊടുത്തിട്ടില്ല, അള്ളാന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഉത്തരം പറഞ്ഞത്. വമൻ യുരിദ് ഗൈറ വജ്ഹില്ലാഹി തആല ബിഇൽമിഹി, വല്ലവരുത്തനും തന്റെ വിജ്ഞാനം കൊണ്ട് അള്ളാന്റെ വജ്ഹ് അല്ലാതെ ഉദ്ദേശിച്ചാൽ, അപ്പൊ ലോക പ്രശസ്തി, വലിയ പണ്ഡിതൻ, നടിനം, ഇതൊക്കെയാണ് ഉദ്ദേശമെങ്കിൽ, ഫലാ തസ്മഹു നഫ്സുഹു, അവന്റെ നഫ്സ് വിശാലമാകൂലല്ലോ. ബി അൻ യുഖിറ അലാ നഫ്സിഹി, അവന്റെ സ്വന്തം നഫ്സിന്റെ മേൽ അവൻ സമ്മതിക്കല്. ബി അന്നഹു ലാ യദ്രി, അവൻ അറിയൂല എന്ന കാര്യം കൊണ്ട് സ്വന്തം നഫ്സിന്റെ മേൽ സമ്മതിക്കാൻ വലിയ പ്രയാസമായിരിക്കും. അള്ളാന്റെ വജ്ഹ് ഉദ്ദേശിക്കുന്നവർക്ക് ലാതിരി പറയാം, അല്ലാത്തവർക്ക് ലാതിരി പറയാൻ വല്ലാതെ വിഷമിക്കും. കാരണം ഞാൻ ഇൽമുണ്ടായിട്ട് ഇന്നോട് ചോദിച്ചാൽ കിട്ടിയാൽ എന്താകും? ലാതിരി പറയാൻ പറ്റുമോ? സൈസിലും കോട്ടൊക്കെ കിട്ടിയിട്ടില്ലേ? ഡിഗ്രിക്ക് മേലെ കിട്ടിയിട്ടില്ലേ? പള്ളിയിലെ കത്തിയും കാലൊക്കെ അല്ലേ, ചോദിച്ചാ പറയണ്ടേ എന്ന് ധരിച്ചു പോകും. അങ്ങനെയല്ല, ചോദിച്ചാ പറയണം, ആലോചിച്ച് പറയണം. ഇല്ലെങ്കിൽ ഇല്ല, അറിയില്ലാതെ പറയണം. അറിയുന്ന മഹാത്മാക്കളോട് ചോദിച്ച് പഠിക്കണം, എന്നിട്ട് പറയണം. അതാണ് വജ്ഹുല്ലാഹ്. വലിദാലിക, അതുകൊണ്ട് തന്നെയല്ലേ ഖാല ശാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം ശാഫിഈ തങ്ങൾ പറഞ്ഞത്, ഇദാ ദുകിറ ഉലമാ, പണ്ഡിതന്മാരെ പറ്റി പറയുമ്പോൾ അവർക്ക് കൂട്ടത്തിൽ മാലിക്കുൻ, ബഹുമാനപ്പെട്ട മാലിക് റളിയല്ലാഹു അന്നജ്മു സാഖിബ്, തുളച്ചു കയറുന്ന നക്ഷത്രമാണ്. അത്രത്തോളം വലിയ അറിവുള്ള മഹാനാണ്. അള്ളാഹുവിനെ പേടിയുണ്ട്. വമാ അഹദുൻ അമന്നു അലയ്യ മിൻ മാലിക്കിൻ, ഒരാളും തന്നെ ഇല്ല ആ അമന്നു അലയ്യ, എന്റെ മേലിൽ ഏറ്റവും ഗുണം ചെയ്ത ഒരാളും തന്നെ ഇല്ല. മിൻ മാലിക്കിൻ, മാലിക് റളിയല്ലാഹു അൻഹുവിനേക്കാൾ എന്റെ മേൽ ഏറ്റവും ഗുണം ചെയ്ത ഒരാൾ എനിക്ക് കാണാൻ കഴിയില്ല. അത്രത്തോളം ഗുണം മാലിക് റളിയല്ലാഹു എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അതാണ് മാലിക് റളിയല്ലാഹു. ഉർവിയ, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അന്ന അബാ ജഅഫർ അൽ മൻസൂർ എന്ന് പറയുന്ന ആള് മനാഹു, മാലിക് റളിയല്ലാഹു അൻഹുവിനെ അബൂ ജഅഫർ തടഞ്ഞു. മിൻ റിവായത്തിൽ ഹദീസ്, ഹദീസ് റിപ്പോർട്ട് ചെയ്യലിനെ തൊട്ട്. ഏത് ഹദീസ്? ഫി ത്വലാഖിൽ മുക്റഹി, ബലം പ്രയോഗിച്ചിട്ട് ഭാര്യയുടെ തലാഖ് ചൊല്ലിക്കുവോ നിർബന്ധിപ്പിക്കപ്പെട്ടു. അങ്ങനത്തെ ഒരാളുടെ തലാഖിന്റെ കാര്യത്തിൽ ഹദീസ് റിപ്പോർട്ട് ചെയ്യുക അത് പാടില്ല എന്ന് അബൂ ജഅഫർ എന്ന് പറയുന്ന ഭരണാധിപൻ മഹാനവറുകളെ തടഞ്ഞു.
സുമ്മ ദസ്സ അലൈഹി മൻ യസ്അലു. പിന്നെ മഹാനവറുകളോട് ചോദിക്കുന്നവരാരോ? അത്തരം കാര്യങ്ങൾ ചോദിക്കുന്നവരൊക്കെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മേലിൽ അബൂ ജഅഫർ എന്തായി പൂഴ്ത്തിവെച്ചു, അനുവദിക്കുന്നില്ല, മറച്ചു വെച്ചു. അങ്ങനിരിക്കെ ഇങ്ങനെല്ലാം ഉണ്ടായിട്ടും അള്ളാഹുവിന്റെ വജ്ഹ് പറയണല്ലോ, അള്ളാഹിന്റെ ദീനല്ലേ, രാജാവ് തടഞ്ഞോട്ടെ. അങ്ങനെ ജനങ്ങളെ കൂട്ടത്തുനിന്ന് വലിയൊരു സംഘം വെച്ചിട്ട് ആ സംഘത്തിന്റെ പേരിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? റിപ്പോർട്ട് ചെയ്യുന്നു, പറയുന്നു. എന്ത്? ലൈസ അലാ മുസ്തഖ്രിഹിൻ ത്വലാഖ്. മുസ്തക്രഹായ ഒരാള്, നിർബന്ധിക്കപ്പെട്ട് ചൊല്ലിയാണ്, അയാളെ മേൽ ത്വലാഖില്ല എന്ന് ജനമധ്യത്തിൽ വെച്ചുകൊണ്ട് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. പറയാൻ പാടില്ല, രാജാവ് തടഞ്ഞതാ, കേട്ടില്ല. അള്ളാന്റെ വജ്ഹ് ഉദ്ദേശിച്ചു പറഞ്ഞു. അങ്ങനെ ചാട്ടവാർ എടുത്തുകൊണ്ടെന്തായി? ചാട്ടവാർ അടിക്കുന്ന ആളോട് ചാട്ടവാർ കൊണ്ടടിക്കാൻ പറഞ്ഞു. ഫളറബഹു, അങ്ങനെ ബിസയ്യാദ്, ചാട്ടവാർ കൊണ്ട് അബൂ ജഅഫർ എന്നവർ എന്ത് ചെയ്തു? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അടിച്ചു. ഫലം യത്രുക് റിവായത്തുൽ ഹദീസ്. പക്ഷെ അങ്ങനെയൊക്കെയാണ് എങ്കിലും ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഇത്തരം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനെ പറ്റി ഒഴിവാക്കിയതേ ഇല്ല, അങ്ങനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഇതാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ഇത്രയും പ്രഹരമുണ്ടായിട്ടും രാജാവിന്റെ തടച്ചില് വന്നിട്ടും ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മുസ്തഖ്റഹായ ഒരാളുടെ മേലെ തലാഖ് പരസ്യമാക്കാതിരുന്നില്ല, പറഞ്ഞു. ഫഖാല മാലികുൻ റഹിമഹുല്ലാഹു തആല, ഇമാം മാലിക് തങ്ങൾ പറയുന്നു, മാ കാന റജുലുൻ സാദിഖൻ ബി ഹദീസിഹി. ഒരാള് തന്റെ ഹദീസിൽ സത്യവാനായിട്ടില്ല. വലാ യക്ദിബു, അവൻ കളവ് പറഞ്ഞിട്ടേ ഇല്ല, സത്യമേ പറഞ്ഞിട്ടുള്ളൂ. കളവ് പറഞ്ഞിട്ടേ ഇല്ല, സത്യമേ പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ ഇല്ലാ മുത്തിഅ ബി അഖിലിഹി, അവന്റെ ബുദ്ധി കൊണ്ട് അവന് സൗകര്യം ചെയ്തു കൊടുത്തും സുഖം ചെയ്തു കൊടുത്തിട്ടും അല്ലാതെ ഇല്ല. വലം യസ്ബുഹു മഅൽ ഹർമി, വാർദ്ധക്യം എത്തിയതോടുകൂടെ തന്നെ ആഫത്തുൻ, ശരീരത്തിൽ ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടായില്ല. വലാ ഖറഹുൻ, അതുപോലെ തന്നെ ബുദ്ധി നഷ്ടപ്പെടുക, ഫസാദ് ഉണ്ടാവുക എന്നുള്ളതും ഉണ്ടാവുകയില്ല. ഹദീസ് പറയുമ്പോൾ വർത്തമാനം സത്യമാനായിരിക്കണം, കളവ് പറയരുത് എന്നർത്ഥം. ഇതായിരുന്നു ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഇൽമു കൊണ്ട് അള്ളാന്റെ വജ്ഹിനെ തേടി മസലകൾ. ഇനി സുഹദ്. അമ്മാ സുഹുദുഹു ഫിദ്ദുനിയ, മഹാനവറുകൾ ദുന്യാവിൽ നിന്ന് സാഹിദായ രീതി. വയദുല്ലു അലൈഹി, മുബ്രി സാഹിദാണ്, സുഹുദുള്ള ആളാണ് എന്നതിന്റെ മേൽ അറിയിക്കുന്നുണ്ട്. മാറുവിയ, റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു സംഭവം. എന്താണ് ആ റിപ്പോർട്ട്? അന്നൽ മഹ്ദിയ അമീറുൽ മുഅ്മിനീൻ സഅലഹു, ഭരണാധിപനായ മഹ്ദി എന്ന് പറയുന്ന ആള് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ചോദിച്ചു. ഫഖാലഹു, അങ്ങനെ ചോദിച്ച കൂട്ടത്തിൽ മഹാനോട് ചോദിക്കുകയാണ്, ഹല്ലക മിൻ ദാർ, അല്ല നിങ്ങൾക്ക് വല്ല വീടുണ്ടോ എന്ന് ചോദിച്ചു. ഫഖാല ലാ, ഇല്ല എന്ന് പറഞ്ഞു, വീടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വലാകിൻ മുഹദ്ദിസുക, ഞാൻ നിങ്ങൾക്കൊരു ഹദീസ് പറഞ്ഞുതരാമെന്ന് പറഞ്ഞു മഹദിയോട് പറയാണ്. സമീഅത്തു റബീഅത്ത് ബിൻ ഉബൈ എന്ന് പറയുന്ന, റബീഅത്ത് ബിൻ അബി അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ആളെ ഞാൻ കേട്ടിട്ടുണ്ട്. ഓരോ മൂപ്പര് പറയുന്നു, നസബുൽ മർഇ ദാറുഹു, ഒരു മനുഷ്യന്റെ തറവാട് അവന്റെ വീടാണെന്ന് പറയുന്നുണ്ട്. ഇത് പറഞ്ഞൊരു തറവാടുണ്ടല്ലോ എനിക്ക്, വീടൊന്നും വേണ്ടാന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ചോദ്യത്തിന് മറുപടി കൊടുത്തു. വീട് വേണോന്ന് രാജാവല്ലേ ചോദിച്ചത്, വെച്ചു കൊടുക്കുമല്ലോ, പക്ഷെ വേണ്ട. ഫസഅലഹു റഷീദ്, ഹാറൂൻ റഷീദ് ചോദിച്ചു ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോട്, ഹല്ലക ദാർ, നിനക്ക് വല്ല വീടുണ്ടോന്ന് ചോദിച്ചു. താങ്കൾക്കുണ്ടോ ചോദിച്ചാൽ എനിക്ക് വീടൊന്നുമില്ല എന്ന് മഹാൻ പറഞ്ഞു. വീടില്ല എന്ന് പറഞ്ഞപ്പോ ഹാറൂൻ റഷീദ് എന്താ, പണ്ടിനെ സ്നേഹിക്കുന്ന ആളാണ്. ഫഅതാഹു സലാസത ആലാഫി ദീനാർ, അങ്ങനെ 3000 സ്വർണ്ണ നാണയം ആർക്ക് കൊടുത്തു? മാലിക് റളിയല്ലാഹു അൻഹുവിന് ഹാറൂൻ റഷീദ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, വഖാല ഇശ്തരി ബിഹ ദാറൻ, ഈ 3000 നാണയം സ്വർണ്ണ നാണയം കൊണ്ടുപോയിട്ട് ഒരു വീട് വാങ്ങിക്കോളി എന്ന് ഹാറൂൻ റഷീദ് പണ്ഡിതന് സൗകര്യം ചെയ്തു കൊടുത്തു. അങ്ങനെ എന്ത് ചെയ്യുന്ന അറിയാമോ? ആ 3000 സ്വർണ്ണ നാണയം മാലിക് റളിയല്ലാഹു അൻഹു വാങ്ങി. എന്നിട്ടോ വലയും ആ 3000 സ്വർണ്ണ നാണയം മാലിക് റളിയല്ലാഹു അൻഹു ചെലവഴിക്കാതെ സൂക്ഷിച്ചു വെച്ചു. ഫലമ്മ അറാദ റഷീദ് സുഹൂസ,
അങ്ങനെ ഹാറൂൺ റഷീദ് എന്നവര് പുറത്തു പോകാൻ ഹിജാസിൽ നിന്ന് ഇറാഖിലേക്ക് പോകാൻ ഉദ്ദേശിച്ചു. അങ്ങനെ ഉദ്ദേശിച്ചപ്പോൾ ഖാല അലി മാലിക് റഹിമഹുല്ല, ഇമാം മാലിക് തങ്ങളോട് ഹാറൂൺ റഷീദ് പറഞ്ഞു, യംബഗി അൻ തഖ്റുജ മഅന, നിങ്ങൾ ഞങ്ങളെ കൂടെ എന്തായാലും ഇറാഖിലേക്ക് പുറത്തു പോകണം, അത് അത്യാവശ്യമാണ്. കാരണം ഇന്നി അസംതു അലാ അൻ അഅ്മില നാസ അലൽ മുവത്തൈ, നിങ്ങൾ രചിച്ചു വെച്ചതായിരിക്കും മുവത്ത എന്ന് പറയുന്ന ഒരു കിതാബുണ്ടല്ലോ, അതിന്റെ മേൽ ജനങ്ങളെ പ്രേരിപ്പിക്കുവാനും ചുമത്താനും ഞാനിതാ ഉറപ്പിച്ചിട്ടുണ്ട് പോകാനെന്നാണ്. ഏതുപോലെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അന്നാസ അൽ ഖുർആനി മുസാബ് അല്ല, ഖുർആൻ വായിക്കണമല്ലോ, ഖുർആന്റെ മേലില് ജനങ്ങളെ ഉസ്മാൻ റളിയല്ലാഹു പ്രേരിപ്പിച്ചതുപോലെ ഞാൻ മുവത്തയുടെ മേൽ പ്രേരിപ്പിക്കുന്നു ജനങ്ങളെ, അത് നിങ്ങൾ കൂടെ പോകാനെന്ന് പറഞ്ഞു. ഇങ്ങനെ ഹാറൂൺ റഷീദ് കൂടെ പോകാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇമാം മാലിക് തങ്ങൾ ഹാറൂൺ റഷീദ് തങ്ങളോട് പറഞ്ഞു, അങ്ങോട്ട് ബൈത്തപ്പെട്ടാളല്ലേ ഹാറൂൺ റഷീദ്, മഹാൻ പണ്ഡിതന്മാർ സ്നേഹിക്കുന്ന ആളാണ്. അമ്മാ ഹംലുന്നാസിൽ മുവത്ത എന്ന് പറയുന്ന കിതാബിന്റെ പേര് ജനങ്ങൾ പ്രേരിപ്പിക്കുക എന്നുള്ളത് മലൈസ ഇലൈഹി സബീൽ, അതിനൊക്കെ മാർഗം കാണുന്നില്ല. കാരണം അന്ന അസ്ഹാബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി തങ്ങൾ ശിഷ്യന്മാർ ഇഫ്തറഖു ബഅദഹു, നബിക്ക് ശേഷം അവർ ചേർത്തിരിഞ്ഞിരിക്കുന്നു. ഫിൽ അംസാരി, പല പല പട്ടണങ്ങളിലും നഗരങ്ങളിലുമായിട്ട് അവർ പോയി. ഹദ്ദസു, അങ്ങനെ അവർ ഹദീസ് പറഞ്ഞു പോയി. അങ്ങനെ വരുമ്പോൾ ഇന്ദ കുല്ലി അഖിലി മിസ്ർ, അങ്ങനെ എല്ലാ പട്ടണക്കാരുടെയും അടുത്ത് ഇൽമുണ്ടല്ലോ, ഞാൻ എന്തിനാ പോയി പറയണത് പിന്നെ ചോദിച്ചത്. അങ്ങനെ അവിടുന്ന് വഴി മാറി. ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താണ്? മഹാൻ സുഹൃത്തുള്ള ആളല്ലേ, അവർ രാജാവിന് കൂടെ പോണില്ല, പോകുമ്പോ എല്ലാ സൗകര്യം കിട്ടും വേണ്ട. വഖദ് ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഹാറൂൺ റഷീദ് പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇഖ്തിലാഫു ഉമ്മത്തി റഹ്മത്തുൻ, എന്റെ സമുദായത്തിന്റെ അറിവുള്ള പണ്ഡിതന്മാർ അവരുടെ ഭിന്നിപ്പുകൾ റഹ്മത്തും മുസ്ലിങ്ങൾക്ക് ഗുണമാണല്ലോ. തല്ലൂടുന്ന വിഷയത്തിലല്ല, മതപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ മുജ്തഹിദീകളായിരിക്കുന്ന പണ്ഡിതന്മാരാണ്, അവർക്കൊക്കെ അഭിപ്രായ വ്യത്യാസം വരാം. സ്വഹാബത്ത് പലയിടത്തും പോയി പറഞ്ഞിട്ടുണ്ട് പല ഇൽമുകളും, അതൊക്കെ ഗുണമല്ലേ, ഇനി ഞാൻ എന്തിനു എന്റെ മുഖത്തെ പ്രേരിപ്പിക്കാൻ നടക്കണമെന്ന് മഹാനവർ പറഞ്ഞു. അമ്മൽ ഖുറൂജുമാക വലാ സബീല, അതുകൊണ്ട് ഹാറൂൺ റഷീദെ നിങ്ങളെ കൂടെ പോരാൻ എനിക്ക് യാതൊരു മാർഗമല്ല എന്ന്. പിന്നെയും പറയുന്നു, എന്താണ്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അൽ മദീനത്തു ഖൈറുൽ ലഹും ലൗ കാനൂ യഅലമൂന. റസൂലുള്ളാഹിന്റെ ഹദീസ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ പറഞ്ഞതറിയോ? നബി പറഞ്ഞിട്ടുണ്ട് മദീന ഗുണമാണ് ജനങ്ങൾക്ക്, കാരണം അവർ അറിയുകയാണെങ്കിൽ അതാണ് ഗുണം എന്നാണ്. അപ്പൊ ഈ മദീന വിട്ടുമ്പോ തൽക്കാലം ഞാൻ പോരുന്നില്ല, നിങ്ങൾ പോയിക്കോളിന്റെ അർത്ഥം. വഖാല അലൈഹി സ്വലാത്തു വസ്സലാം, വീണ്ടും നബി തങ്ങളെ വാക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നബി പറഞ്ഞിട്ടുണ്ട്, അൽ മദീനത്തു തൻഫി ഖബസഹ കമാ യൻഫിൽ കീറു ഖബസൽ ഹദീദീന. മദീന എന്ന് പറഞ്ഞാൽ അതിലുള്ള എല്ലാ കീടങ്ങളെയും അത് ഇല്ലാതെയാക്കും. ഏതുപോലെന്ന് വെച്ചാൽ നബി പറഞ്ഞതാണത്, ഇരുമ്പിന്റെ കീടങ്ങൾ ഓരോക്കിലിട്ട് തീ കത്തിച്ച് ചൂടാക്കി കീടങ്ങൾ എങ്ങനെ ഇല്ലാതാക്കുമോ അതേപോലെ ശുദ്ധിയാക്കി എടുക്കും മദീന, കീടങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത്രയും സുന്ദരമായ നാട്ടിൽ നിന്ന് ഞാൻ പോരേ ഇല്ല. അതുകൊണ്ട് ഹാദിഹി ദനാനീറുക്കും. وأما إرادته بالفقه والمناظرة فيه, ഫിഖ് കൊണ്ട് മഹാനായ ഇമാം ഷാഫിഈ തങ്ങളുടെ ഉദ്ദേശം അതിൽ നടത്തിയതായിരിക്കുന്ന മുനാദറകൾ, വാദപ്രതിവാദങ്ങൾ എന്നിവ കൊണ്ടെല്ലാം ഇമാം അവറുകളുടെ ഉദ്ദേശം എന്തായിരുന്നു? വജ്ഹല്ലാഹി തആല, അള്ളാന്റെ വജ്ഹ് മാത്രമായിരുന്നു. മൂപ്പര് ഫിഖ് പഠിച്ചു, മഹാനവർ ഫിഖ് പഠിച്ച് മദ്ഹബ് ഉണ്ടാക്കി. ഇനി അതിന്റെ കാര്യം തർക്കം നടത്തിയിട്ടുണ്ട്. അതിലൊക്കെ ഉദ്ദേശം അള്ളാന്റെ വജ്ഹ് മാത്രമായിരുന്നു. അപ്പൊ യദുല്ലു അലൈഹി, അള്ളാന്റെ വജ്ഹ് മാത്രമായിരുന്നു ഇതുകൊണ്ടൊക്കെ ലക്ഷ്യം വെച്ചിരുന്നത് എന്നതിന്റെ മേൽ അറിയിക്കുന്ന തെളിവുകൾ വന്ന റുവിയാൻഹു, ഇമാം ഷാഫിഈ തങ്ങളെ തൊട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവമുണ്ട്. അന്നഹു ഖാല, നിശ്ചയമാരുടെ ഇമാം ഷാഫിഈ തങ്ങൾ പറഞ്ഞു, വദിത്തു അന്നന്നാസ ഇന്തഫഉ ബിഹാദിൽ ഇൽമി, ഇവിടെ ഞാൻ ചെയ്ത വെച്ച ഈ ഇൽമുണ്ടല്ലോ, ഇത്തരം വിജ്ഞാനങ്ങളെ കൊണ്ട് ജനങ്ങൾ ഉപകാരം എടുക്കണം എന്ന് ഞാൻ ആശിച്ചു. അതാണ് എന്റെ പ്രിയം.
ഒമാൻ ഉസിബ ഇലയ്യ ഷെയ്ഖും മിന്നു, ഈ ഇൽമിൽ നിന്നും ഒന്നും ഷാഫിയിലേക്ക് ചേർക്കരുത്. ഷാഫി പറഞ്ഞു എന്ന് പറയാതെ ഒരു ഇൽമും ഷാഫിയിലേക്ക് ചേർക്കാതെ പെടാതിരിക്കണം. ഒക്കെ ഈ ഇൽമോട് ഉപകാരം ജനങ്ങൾക്കായിരിക്കും. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് മഹാൻ പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി പറയാനുള്ളത് അള്ളോട് സഹോദര, നീ ഒന്ന് ആലോചിച്ച് നോക്കാം. കൈഫത്തൽ അല ആഫത്തിൽ ഇൽമി വ തലബിൽ ഇസ്മിലഹു, ഇൽമു കൊണ്ടുണ്ടാകുന്ന ആഫത്ത് എന്താണ്? ആ ആഫത്തിന്റെ മേൽ മൂപ്പര് വെളിപ്പെട്ടത് എങ്ങനെ, മനസ്സിലാക്കിയത് എങ്ങനെ, അതിനുള്ള നാമം തേടിയത് എങ്ങനെ? ഒന്ന് ആലോചിച്ച് നോക്കാം. എത്രത്തോളം മഹാനവറുകൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. മഹാനവറുകളിലേക്ക് തിരിഞ്ഞു നോക്കുക എന്നതിനെ തൊട്ട് തന്റെ ഹൃദയം എത്ര ശുദ്ധീകരിക്കപ്പെട്ട ആൾ എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. മുജറദ നിയ്യത്തി ഫീഹി ലിവജ്ഹില്ലാഹി തആല, മഹാനവറുകൾ അത്തരം കാര്യങ്ങളിലൊക്കെ മനസ്സിന്റെ അകത്തിൽ കരുത്തെന്താ, അള്ളാന്റെ വജ്ഹ് മാത്രമേ കേൾവിയിട്ടുള്ളൂ. വേറെന്തേലും ഉണ്ടോ? ഇല്ലല്ലോ. ഇതാണ് ഇമാം ഷാഫി തങ്ങൾ. വഖാല ശാഫിഈ റളിയല്ലാഹു തആല അൻഹു, ഇമാം ഷാഫി തങ്ങൾ പറയുന്നു, മാ നാളർത്തു അഹദൻ ഖത്തു ഫഅഹബബ്തു അൻ യഖ്തിയ, ഞാൻ ഒരാളോട് തർക്കിക്കാൻ പോയിട്ടില്ല. ഞാൻ അങ്ങനെ തർക്കിക്കാൻ പോയിട്ട് അയാള് പേക്കണം എന്ന് ഞാൻ ഇഷ്ടം വെച്ചിട്ടില്ല. ഞാനും അയാൾ തർക്കിക്കുന്നുവെങ്കിൽ അയാൾ എന്തായിരിക്കണം? പേക്കാതെ നന്നാവണം. അയാളെ പേവിലേക്ക് തള്ളിവിട്ട് ഞാൻ വിജയിക്കണമെന്ന് ലക്ഷ്യമൊന്നും എനിക്കുണ്ടായിട്ടില്ല. ഇപ്പൊ കാല മഹാൻ പറയുന്നു, മാ കല്ലംതു അഹദൻ ഖത്തു, ഒരാളോട് ഞാൻ സംസാരിച്ചിട്ടില്ല. ഇല്ല അഹ്ബബ്തു അൻ യുവഫഖ വയുസദ്ദദ, അദ്ദേഹത്തിന് നല്ലതിലേക്ക് ചെയ്യാൻ തൗഫീഖ് കിട്ടണം, അദ്ദേഹത്തിന് നേർവഴിയാക്കപ്പെടണം, ഇതേ എന്റെ സന്തോഷമുള്ളൂ. ആ നിലയ്ക്ക് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ യുആനു, അദ്ദേഹത്തെ സഹായിക്കപ്പെടുകയും വേണം. ഇതാണ് എന്റെ ഇഷ്ടം. ആ നിലയ്ക്ക് ഞാൻ സംസാരിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ മേലിൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളൊരു സൂക്ഷ്മതയും അള്ളാഹുടെ കാവലും വേണം. ഇതുണ്ടാവണം. ഇങ്ങനെയൊക്കെയായിരുന്നു മൂപ്പർ ഇഷ്ടപ്പെട്ടിരുന്നത്. അല്ലാതെ മറ്റൊരു ലാഭം മൂപ്പരുണ്ടായിട്ടില്ല. ഒരു ഭൗതിക ലാഭം ഒരിക്കലും ഉണ്ടായിട്ടില്ല. വമാ കല്ലംതു അഹദൻ ഖത്തു, മഹാൻ പറയുന്നു, ഞാൻ ഒരാളോടും ഒരിക്കലും സംസാരിച്ചിട്ടില്ല. വഅന ഉബാലി അൻ യുബയ്യിനല്ലാഹുൽ ഹഖ അലാ ലിസാനി ഔ അലാ ലിസാനിഹി, എന്റെയോ അദ്ദേഹത്തിന്റെയോ നാക്കിലൂടെ അല്ലാഹ് എന്താവണം? ഹക്ക് വെളിപ്പെടുത്തണം. ഇങ്ങനെ ഹക്ക് വെളിപ്പെടുത്തണം ഇന്റെ നാക്കിൽ കൂടെ തന്നെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അയാളെ നാക്കിൽ കൂടെ തന്നെ ആയിക്കോട്ടെ എന്നൊന്നും ഞാൻ പ്രശ്നമാക്കാത്ത രീതിയിൽ എന്താകും? ഒരുപക്ഷെ എന്റെ നാക്കിലൂടെ ആയിരിക്കാം സത്യം വെളിപ്പെടുത്തുക, അല്ലെങ്കിൽ അയാളെ നാക്കിലൂടെ ആയിരിക്കും വല്ല സത്യം വെളിപ്പെടുത്തുക. ഈ നിലയ്ക്ക് ഞാൻ സംസാരിക്കാറുള്ളൂ, ആരോടും അല്ലാതെ സംസാരിച്ചിട്ടില്ല. ഇതിനൊക്കെ മനസ്സിലാണ് എന്താണ് മഹാൻ അവരുടെ ഖൽബിന്റെ അകത്തളത്തിലെ ചിന്ത എത്രമാത്രം അള്ളാഹിനെ പറ്റി ചിന്തിച്ചു എന്ന് ആലോചിക്കേണ്ടത്. വഖാല, മഹാൻ പറയുന്നു, മാ ഔറത്തുൽ ഹഖ വൽ ഹുജ്ജത അലാ അഹദിൻ, ഒരാൾക്ക് എതിരും ഞാൻ ഒരു തെളിവോ അല്ലെങ്കിൽ ഒരു യഥാർത്ഥോ കൊണ്ടുവരാറില്ല. എന്നിട്ട് ഇപ്പൊ കബിലഹ മിന്നി അയാൾ അതെന്താവുക? തെളിവോ ആ ഹക്കോ അയാൾ സ്വീകരിക്കുക. ഇങ്ങനെ സ്വീകരിക്കും വിധത്തിൽ ഞാൻ ഒരാൾക്കെതിരെ ഒരു തെളിവും ഒരു സത്യോട് കൊണ്ടുവന്നിട്ടില്ല. ഇല്ലാ ഹബതുഹു വയതഖൽതു മഹബ്ബതുഹു, ഞാൻ അദ്ദേഹത്തിനോട് സ്നേഹത്തെ വിശ്വസിച്ചിട്ടും അദ്ദേഹത്തിന്റെ കൽബിന്റെ അകത്തളത്തിൽ പേടിയെ സംഭവിപ്പിച്ചിട്ടുമല്ലാതെ. അപ്പൊ ഞാൻ തെളിവ് കൊണ്ടുവരുന്നുണ്ടെങ്കിലും ഞാൻ ഹക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിലും അയാളെ മനസ്സിന്റെ അകത്തളത്തിൽ അതിനെക്കുറിച്ചൊരു പേടി വേണം. അതോടൊപ്പം തന്നെ അയാളുടെ പ്രേമം എനിക്ക് വിശ്വാസം ഉണ്ടാവണം. ആ നിലക്കൊക്കെ ഞാൻ സംസാരിക്കാറും തെളിവ് കൊണ്ടുവരാറും ഉള്ളൂ. വലാ കാബറനി അഹദുൻ അൽ ഹഖി വദാബൽ ഹുജ്ജത ഇല്ലാ സഖത്ത മിൻ ഐനി വറഫതുഹു എന്ന, എന്നോട് ആരെങ്കിലും ഒരാൾ സത്യത്തിന് എതിരായി വെറുതെ തർക്കിച്ചിട്ടില്ല, കൊടുത്ത തെളിവും ഓ തട്ടി വിട്ടിട്ടുമില്ല, അതിന് അംഗീകരിച്ചില്ല, എന്നാൽ
അവൻ എന്റെ കണ്ണിൽ എന്റെ ദൃഷ്ടിയിൽ ഒന്നുമല്ല അവൻ ഒഴിവാക്കി ഞാൻ അവനെ തൂത്തെറിയുകയും ചെയ്തു എന്നാണ്. എന്തുകൊണ്ട്? അവന് നന്മയില്ല. അപ്പൊ നന്മയുടെ ആൾക്കാർ എനിക്ക് വേണ്ടതുള്ളൂ എന്നർത്ഥം. വഹാദിഹിൽ അലാമാത്തു, ഈ അടയാളങ്ങൾ മുഴുവനും ഹിയ അല്ലത്തി തദുല്ലു അലാ ഇറാദത്തില്ലാഹി തആല ബിൽ ഫിഖി വൽ മുനാദറ, ഇത്രയും ലക്ഷ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ, ഈ അടയാളങ്ങൾ പരിശോധിക്കുമ്പോൾ മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു തന്റെ കർമ്മപരമായ അറിവ് കൊണ്ടും മുനാദറ കൊണ്ടും അള്ളാഹുവിന്റെ മേൽ അള്ളാഹനെ മാത്രം ഉദ്ദേശിച്ചു എന്നതിന് മേൽ അറിയിക്കുന്നതാണ് ഈ തെളിവുകളൊക്കെ. വേറൊന്നും ഒരു ലാഭം ചിന്തിച്ചിട്ടില്ലല്ലോ, ഭൗതിക നേട്ടമൊന്നും ആഗ്രഹിച്ചിട്ടില്ല. ഫൻദുർ കൈഫ തഅറഹുന്നാസു മിൻ ജുംലത്തി ഹാദിഹിൽ ഖിസാൽ ഖംസ്, ഇവിടെ പറഞ്ഞ 5 കാര്യങ്ങളുണ്ട്. ഈ 5 കാര്യങ്ങളിൽ നിന്ന് ജനങ്ങൾ മഹാനായ ഇമാം ഷാഫിയോട് എങ്ങനെയാണ് തുടർന്ന് നോക്ക്. ഈ 5 കാര്യത്തിന്റെ കൂട്ടത്തിൽ നിന്ന് അലാ ഖസ്ലത്തിൻ വാഹിദത്തിൻ ഫഖത്ത്, ഒറ്റ കാര്യത്തിന്റെ മേലിൽ മാത്രമാണ് ജനങ്ങൾ എന്തായിട്ടുള്ളത്, തുറന്നു പോയിട്ടുള്ളത്, അല്ലാതെ ഒന്നുമില്ല. എന്നിട്ട് തുമ്മ കൈവ ഖാലഫു ഫീ ഖായിദൻ, അങ്ങനെ തുടർന്നൊരു കാര്യം എടുത്തു, ബാക്കിയൊക്കെ ഒഴിവാക്കി. എന്നാൽ തന്നെ ആ ഒരൊറ്റ കാര്യത്തിൽ പരിശോധിച്ചാൽ തന്നെ അവിടെ ഇമാം ഷാഫിയോട് എതിരായത് എങ്ങനെ കാണാലോ. പിന്നെ എന്തുകൊണ്ട് വലിയ മദ്ഹബിൻ സ്വീകരിച്ചതെന്ന് ഇങ്ങനെ നമ്മൾ പറയാം. വലിഹാദ, അതുകൊണ്ടല്ലേ ഖാല അബൂ സൗർ റഹിമഹുല്ലാഹു തആല, മഹാൻ പറഞ്ഞു, മാ റഅയ്തു വലാ റഅറഊന മിസ്ല ഷാഫിഈ റഹിമഹുല്ലാഹു തആല, ഞാൻ ഒരാളെ കണ്ടിട്ടില്ല, കണ്ടവരാരും കണ്ടിട്ടില്ല ഇമാം ഷാഫിയെ പോലെ ഒരാൾ ഞാൻ കണ്ടിട്ടില്ല, എന്നാ കണ്ടവരാരും കണ്ടിട്ടില്ല ഇമാം ഷാഫിയെ പോലെ ഒരു മഹാനെ. അത്രയും വളരെ അംഗീകാരം കിട്ടിയ വലിയൊരു മഹാനാണ് ഇമാം ഷാഫി. മഹാന്മാരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ഇഹപര വിജയം നൽകുമാറാവട്ടെ. പാപങ്ങളെല്ലാം ഓർത്ത് സംശുദ്ധരായി ജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഈ മഹാന്മാരോടൊന്നിച്ച് ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മെ എല്ലാവരും കൂട്ടിയണക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.